ഒരു കടൽ തീര ഗ്രാമമാണ് തോയിസ്പ. മനോഹരവും തിരക്കൊഴിഞ്ഞതും, ചുറ്റുപാടും പച്ചക്കുന്നുകൾ. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം അധ്യാപകർ കുട്ടികളെ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് എല്ലാവരും നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. കാരണം ഇത് കടലാണ്, നീന്തൽക്കുളമല്ല. കടലിലെ ചൂട് നീരുറവ ഒരത്ഭുത പ്രതിഭാസമാണ്. അതിർത്തി തിരിക്കാനാവാത്ത വിധം അത് കടലിന്റെ ബാക്കി ഭാഗങ്ങളുമായി ചേർന്ന് കിടക്കുന്നു. നീരുറവ ഒഴുകുന്നിടത്ത് നമുക്ക് കഴുത്തോളം മുങ്ങി നിൽക്കാനാവും. വല്ലാത്തൊരു അനുഭൂതിയാണിത്. ചൂട് ഉറവയിലെ സ്നാനം. ഉറവയ്ക്കപ്പുറത്തെ കടലിലേക്ക് ഒരു 15 അടിയോളം ദൂരമുണ്ട്. അങ്ങോട്ടേക്ക് മെല്ലെ അടിയിലൂടെ ഊളിയിടാം. ചൂട് കുറേശ്ശെ കുറഞ്ഞു വരും. നന്നേ തണുത്തു കഴിയുമ്പോഴാണ് ഓ നമ്മൾ കടലിലെത്തിയോ എന്നത് അറിയുക. തണുപ്പ് അധികമാകുമ്പോൾ വീണ്ടും പോയതുപോലെ തന്നെ അടിയിൽ കൂടി ഊളിയിട്ട് തിരികെ ചൂട് നീരുറവയിലേക്ക് എത്താം. കഴുത്തോളം വെള്ളത്തിൽ നിന്ന് വീണ്ടും ഒരു ഉഷ്ണജല സ്നാനം ആവാം. വീട്ടിനുള്ളിലെ ചൂടുവെള്ളം നിറച്ച ഒരു ടാങ്കിൽ കിടക്കുന്ന അതേ അനുഭവം. ഒരു കൂട്ടം പേർ കടലിന്റെ തണുപ്പിലൂടെ നീന്തി തുടിക്കുമ്പോൾ മറ്റൊരു പറ്റം നീരുറവയിൽ വട്ടം കൂടി നിന്ന് കിതപ്പാറ്റുന്നു. ഒരു കുളിമുറിയിൽ എന്ന പോലെ പരസ്പരം വെള്ളം കോരി ഒഴിച്ച് കലപില കൂട്ടുന്നു. വലിയ ആളുകളെ പോലെയാണല്ലോ ഇവര് ചൂടുറവയിൽ കുളിക്കുന്നത്. തൊയ് കടപ്പുറത്ത് ഈ കാഴ്ച കണ്ടു നിന്ന മുതിർന്നവർ പലരും ഇങ്ങനെ പിറുപിറുത്ത് കാണണം. അക്കാലത്ത് കടൽപ്പുറം മിക്കവാറും ശൂന്യമായിരുന്നു. ആ തീരം തങ്ങളുടെ വീട്ടുമുറ്റം പോലെ സ്വന്തമാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നിയിരിക്കണം. അപൂർവമായ ആ ചൂട് നീരുറവയുടെ ആൾത്തിരക്കില്ലാത്ത വിധാനത്തിൽ അവർ ആവോളം മുഴുകി ആസ്വദിച്ചു. സമുദ്രത്തിന്റെ ശീതത്തിലൂടെ ഒഴുകി തിരികെ താമസ സ്ഥലത്തെത്തിയപ്പോൾ സായാഹ്നമായി കഴിഞ്ഞിരുന്നു. ഏറെ നേരം വെള്ളത്തിലായിരുന്നതിനാൽ കുട്ടികളുടെ കൈകാലുകൾ കോച്ചി വലിഞ്ഞിരുന്നു. വിരലുകളിൽ നിറയെ തുടുത്ത ചുളിവുകൾ. കമ്പിളി പുതപ്പിനിടയിൽ ചുരുണ്ടു കിടന്ന് ഓരോ രാത്രികളിലും അവർ ഊഴം വെച്ച് പല പല കഥകൾ പറഞ്ഞു. എല്ലാം പ്രേതകഥകൾ. ടോട്ടോച്ചാന് പേടികൊണ്ട് കരച്ചില് വന്നു. അവൾ മാത്രമല്ല, 1-ാം തരത്തിലെ എല്ലാവരും കരഞ്ഞു. പൊഴിയുന്ന കണ്ണുനീരിനിടയിലും ആകാംക്ഷയോടെ വീണ്ടും ചോദിക്കും, എന്നിട്ടെന്തായി? തോയിസ്പ തീരത്തെ ആ 3 ദിനങ്ങൾ സ്കൂളിനുള്ളിലെ ക്യാമ്പ് പോലെയോ പേടിയില്ല പരീക്ഷ പോലെയോ ആയിരുന്നില്ല. അവിടുത്തെ അനുഭവങ്ങൾ പുറം ലോകത്തെ ജീവിതത്തിൽ നിന്നുള്ളവയായിരുന്നു. ഉദാഹരണത്തിന്, ഊണിനു വേണ്ട പച്ചക്കറിയും മീനുമൊക്കെ വാങ്ങാൻ പോകുന്ന കാര്യം ഒന്നെടുക്കാം. കുട്ടികൾ തന്നെയാണ് ഊഴം വെച്ച് പോകുന്ന വഴിക്ക് ചിലപ്പോൾ ചിലർ ചോദിച്ചെന്നിരിക്കും, കുട്ടികളെ നിങ്ങൾ ഏതു സ്കൂളിലാ? അല്ലെങ്കിൽ എവിടുന്ന് വരിക മക്കളെ നിങ്ങള്? അവരോട് താഴ്മയോടെ മറുപടി പറയേണ്ടതുണ്ട്. കുട്ടികളിൽ ചിലരെ ഇതിനിടയിൽ മരക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ച് കാണാതായി. അവരെ തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. തിരഞ്ഞു പിടിക്കാനായി ദൂരേക്ക് നീന്തിപ്പോയ ചിലർ തിരിച്ചു വരാനാവാതെ കുഴങ്ങിപ്പോയി. അത് എല്ലാവരെയും വിഷമത്തിലാക്കി. കടൽ തീരത്തെ കുപ്പിച്ചില്ലുകളിൽ ചവിട്ടി ചിലരുടെ കാലുകൾ മുറിഞ്ഞു. ഓരോ തവണയും കുട്ടികൾ തങ്ങൾക്കാവും വിധം പരസ്പരം സഹായിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെയാണെങ്കിലും മിക്ക അനുഭവങ്ങളും കുട്ടികളെ വിസ്മയിപ്പിക്കാൻ പോകുന്നവയായിരുന്നു. ശരിയായ ജീവിത പാഠങ്ങൾ, ജീവിതം ജീവിച്ച് പഠിക്കാനുള്ള പാഠങ്ങൾ. ചുറ്റുമുള്ള കാടുകളിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്ന ചീവീടുകൾ, അല്പമകരെയുള്ള പീടികകളിൽ നിരത്തി വെച്ചിരുന്ന മിഠായി ഭരണികൾ, തീരത്ത് തടികൾ നിരത്തിയിട്ട് വഞ്ചിപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന ഒരാളെ കുട്ടികൾ പരിചയപ്പെട്ടു. ഒരു കൂറ്റൻ വഞ്ചി അയാൾ തനിയെ ഉണ്ടാക്കുകയാണ്. കുട്ടികൾ കാണുമ്പോൾ വഞ്ചി ഏകദേശ രൂപത്തിലായി കഴിഞ്ഞിരുന്നു. എന്നും നേരം പുലരുമ്പോൾ ഉറക്കപ്പായയിൽ നിന്ന് അവർ നേരെ കടൽ പുറത്തേക്കാണ് ഓടുക. എന്തിനാണ്? വഞ്ചിയുടെ പണി ഏതുവരെ എത്തി എന്നറിയാൻ. ചീവിക്കളഞ്ഞ തടിച്ചുരുളുകളിൽ നിന്ന് നീളമുള്ള ഒരെണ്ണം അയാളെടുത്ത് കൊച്ചു ടോട്ടോയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. അവർക്ക് വലിയ സന്തോഷമായി. വിനോദയാത്രയുടെ ഓർമ്മയ്ക്കായി നമുക്കൊരു ഫോട്ടോ എടുക്കാം, എന്താ? മടക്കയാത്ര ആരംഭിക്കുന്നതിന് മുൻപ് മാസ്റ്റർ എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇതുവരെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അതുകൊണ്ടാകാം അവർക്കതൊരു പുതുമയുള്ള കാര്യമായി തന്നെ തോന്നി. ഒരധ്യാപിക ക്യാമറ തയ്യാറാക്കി. എല്ലാവരും നിരന്നു നിന്നു പൊക്കമനുസരിച്ച്. അപ്പോഴുണ്ട് 1-2 പേർക്ക് ഒരു മൂത്രശങ്ക. ഒരുവന്റെ തുകൽ ഷൂസ് ഇട്ടിരിക്കുന്നത് കാലുകൾ മാറി മാറിയാണ് കിടക്കുന്നത്. തിരക്കുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും റെഡിയായപ്പോൾ ടീച്ചർ വിളിച്ചു ചോദിച്ചു, എന്താ ഇനി എടുക്കാം, എല്ലാവരും റെഡിയായോ? അപ്പോഴേക്കും അത്ര നേരം ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തളർന്ന 2-3 പേർ നിലത്ത് കിടപ്പായി.
എല്ലാം കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ഒരുപാട് സമയമെടുത്തു. കുട്ടികൾ തങ്ങൾക്കിഷ്ടമുള്ള ഭാവത്തിൽ കടലിന്റെ പശ്ചാത്തലത്തിൽ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ചിത്രം. അവരിൽ ഓരോരുത്തർക്കും അത് അമൂല്യമായ നിധിയായി മാറി. കാലമേറെ കഴിയുമ്പോൾ അത് കണ്ണിൽ തടയുമ്പോൾ ഒഴുകി വരുന്നത് മുഴുവൻ സ്മരണകളാണ്. ഉരുവിലെ യാത്ര, ചൂടുറവയിലെ സ്നാനം, രാക്കഥകളിലെ പ്രേതം, ബാലൻസ് നിലനിർത്താനായി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയ പാവം ഭൂ, അങ്ങനെ എല്ലാം. ആനന്ദത്തിന്റെ ആ ആദ്യത്തെ മധ്യവേനൽ അവധി കൊച്ചു ടോട്ടോ ഒരിക്കലും മറന്നില്ല.